എന്റെ പേര് കിരൺ. എന്റെ പേര് ദിയ. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ അടുത്തായിട്ട് ഒരു ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതുവരെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന ഇന്റർ റിലീജിയൻ മാരേജ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നമ്മുടെ നാട്ടിൽ അന്യമതസ്ഥര് തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ എന്താണെങ്കിലും ഒന്നെങ്കിൽ ഒളിച്ചോട്ടം അല്ലെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റർ മാരേജിൽ ഒതുക്കാറാണ് പതിവ്. കാരണം നമ്മുടെ നോർമൽ മാരേജ് പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടി നടത്തത്തില്ല. സ്വാഭാവികമായിട്ടും എല്ലാവരും മിക്കവരും ഒളിച്ചോടുമാണ് ഇന്റർ കാസ്റ്റ് മാരേജിൽ ചെയ്യുന്നത്. നോർമലായിട്ട് തന്നെ വിവാഹം കഴിക്കാനായിട്ട് വീട്ടുകാർ സമ്മതിക്കാത്തവർ തമ്മിലും ഒളിച്ചോടി വിവാഹം കഴിക്കും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ ലവ് മാരേജിൽ ഒളിച്ചോട്ടമാണ് സാധാരണയായി കാണപ്പെടുന്നത്. ഇനിയിപ്പോൾ ഒരേ മതത്തിലുള്ളവരാണെങ്കിലും പ്രണയവിവാഹം എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നവരാണ് പലരും. അപ്പൊ പിന്നെ വെവ്വേറെ മതത്തിലുള്ള രണ്ടുപേര് തമ്മിലുള്ള വിവാഹത്തെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു മുസ്ലിം വിവാഹം നടന്നു. അപ്പൊ ചെറുക്കൻ ഹിന്ദു ആണ്, കിരൺ ബാബു എന്നാണ് പേര്, പെണ്ണ് മുസ്ലിമും. ഈ ഒരു ഇന്റർ റിലീജിയൻ മാരേജ് ഒരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഈ ഒരു വിവാഹത്തെ കുറിച്ച് കുറെ വിവാദങ്ങളൊക്കെ നടന്നിരുന്നു. ഈ ഒരു പയ്യൻ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിൽ മക്കളും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവര് 2 മാസം മുന്നേ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന ആരോപണവും ഉണ്ട്. ഒരു വോയിസ് ക്ലിപ്പ് വഴിയാണ് ഈ ഒരു കാര്യങ്ങളിൽ വിവാദമായിട്ട് പടർന്നത്. എന്തായാലും ഞാനൊരു ആ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്ത് തരാം, ഒന്ന് കേട്ടു നോക്ക്. ഇന്നലെ 2 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെയാണ് ലോകമൊത്തം അറിയുന്നു, നാട്ടുകാർ അറിയുന്നു. കണ്ണൂർ മുണ്ടേരി എന്ന സ്ഥലത്ത്, ഇവിടെ മുണ്ടേരി എന്ന സ്ഥലം. ഇവിടെ കണ്ണൂർ ഷെഹനായി ഡോക്ടറെ ക്ലിനിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഷെഹനായി ഡോക്ടറെ ഭാര്യന്റെ ഡ്രൈവറെ മോനാണ് ഇത്. ഇവരെങ്കിൽ 2 കല്യാണം കഴിച്ചോളൂ. ഇന്നലെ പോണ പോക്ക് നോക്കിയിട്ട് ഇതിന്റെ പേര് തിരിച്ചു വരും. ഇതെല്ലാം ഇപ്പൊ 1 മാസം കൊണ്ട് തിരിച്ചു വരും. എന്തായാലും ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം. അപ്പൊ കേട്ടല്ലോ, ജോലി ചെയ്ത ക്ലിനിക്കിലെ ഡോക്ടറുടെ മകനാണ് ഈ കിരൺ. അപ്പോ ചില ദിവസങ്ങളിൽ ഡോക്ടറെ ഡ്രൈവർ ആകാറുണ്ട് ഈ കിരൺ. അപ്പോ ഈ ക്ലിനിക്കിൽ വന്നാണ് കിരണും ഈ ദിയ എന്ന് പറയുന്ന പെണ്ണും തമ്മിൽ പരിചയപ്പെടുന്നത്, പ്രണയത്തിലാവുന്നതും. അപ്പോ നമ്മളിപ്പോ കേട്ട വോയിസ് ക്ലിപ്പിൽ കിരൺ നേരത്തെ 2 വിവാഹം ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അത് വെച്ച് ഇവർക്കെതിരെ ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ് കിരണും ദിയയും. അതിനിടയിലാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പരക്കുന്നത്. അത്രയും വലിയ വിവാദമായതോടെ ഇവരാകെ തളർന്നുപോയി. അങ്ങനെ ഇവര് 2 പേരുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് ഇവർ 2 പേരും ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ആ വീഡിയോയിൽ കൂടെ ഇവര് വിശദീകരിക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് നമുക്ക് കണ്ടുനോക്കാം. പക്ഷെ അതിനു മുമ്പ് ഇവരുടെ വിവാഹത്തെ തുടർന്ന് വേറൊരു വീഡിയോ കൂടി പ്രചരിച്ചിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് തന്നെയായിരുന്നു. ആ പെൺകുട്ടി പോയത് അന്യമതസ്ഥന്റെ കൂടെ എന്ന് മാത്രമല്ല, 2 കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരം എന്ന് പറയുന്നത് ഉണ്ടാവുന്നില്ല. പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇതിപ്പോ ബുദ്ധിയില്ലാന്നേ പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ആ ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹത്തിനോ കണ്ണുനീരിനോ ഒരു വിലയും കൽപ്പിക്കാതെ അവരിങ്ങനെ പോവുക. വല്ലാതെ കഷ്ടം തോന്നുന്നു. എങ്ങോട്ടേക്കാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പോക്കെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പ്രതീക്ഷകളൊക്കെ പുലർത്തിയിട്ടായിരിക്കും മാതാപിതാക്കൾ തന്റെ മക്കളെ പോറ്റി വളർത്തുന്നുണ്ടാവുക. ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിനെ ആക്കി കൊടുക്കുന്ന അത്രയധികം അവര് ആഗ്രഹിച്ചിട്ട് തന്നെയായിരിക്കും അല്ലെ. അതൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഫ്യൂച്ചറും അവക്ക് സെറ്റ് ആക്കി കൊടുത്തു. അവക്ക് ഇതൊന്നും വേണ്ട. അവക്ക് വേണ്ടത് ഇന്നലെ കണ്ട ആ പയ്യൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയിട്ട് അങ്ങ് പോവുക. 2 കല്യാണം കഴിച്ചൊരുത്തനാ, അന്യമതസ്ഥനും തന്നെയാ. ഇവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ അവർക്ക് ഉണ്ടാവും. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നീട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അതും നടക്കും. അപ്പോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വോയിസ് ക്ലിപ്പ് മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇവർ വീഡിയോ ചെയ്തത്. വോയിസ് ക്ലിപ്പ് കേട്ടാൽ ആരാണെങ്കിലും ഈ ഒരു രീതിയിൽ സംസാരിക്കാനേ ഇടയുള്ളൂ. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പെണ്ണ്, പെരുന്നാൾ കഴിഞ്ഞാൽ അവളുടെ കല്യാണമാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണ് മുൻപ് 2 വിവാഹം കഴിച്ച ഒരാളുടെ കൂടെ, അതും അന്യമതസ്ഥനായ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയെന്ന് കേൾക്കുമ്പോൾ ആർക്കും അത് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോയിസ് ക്ലിപ്പിൽ കേട്ടതൊന്നും സത്യമല്ല എന്നാണ് ഈ ദിയയും കിരണും വന്ന് പറയുന്നത്. മാത്രവുമല്ല അവർ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. നമുക്ക് അവർ തമ്മിലുള്ള ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടുനോക്കാം. എന്റെ പേര് കിരൺ. എന്റെ പേര് ദിയ. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ അടുത്തായിട്ട് ഒരു ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതുവരെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോ ഇതിനകത്ത് ഒരാള് ഒരു ഓഡിയോ ഇട്ടതിന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആരും
ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തുറന്നു പറയാന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന്, അങ്ങനെ സ്നേഹത്തിലായിരുന്നു. നമ്മൾ അതിനെ തുടർന്നിട്ട് ഉണ്ടായ സ്നേഹത്തിന് നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരി മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. രണ്ട് വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഇടക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ കേട്ടില്ലേ, ഇവര് തമ്മിൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോടി കല്യാണം കഴിക്കാനായിട്ട് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പോൾ കിരൺ വിചാരിച്ചിരുന്നത് ദിയയുടെ വീട്ടിൽ പോയി ഉപ്പയോടും ഉമ്മയോടും ഒക്കെ സംസാരിച്ച് നല്ല രീതിയിൽ കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണം കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ആ ഒരു സമയത്തിന് മുന്നേ തന്നെ ദിയയുടെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒളിച്ചോടാൻ തീരുമാനിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു എൻഗേജ്മെന്റ് ആണ്, ദിയയുടെ എൻഗേജ്മെന്റ് ആയിരിക്കും കാരണം. ആ ഒരു എൻഗേജ്മെന്റ് നടക്കുമെന്ന് കണ്ടപ്പോഴായിരിക്കും ഇവര് തമ്മിൽ ഒളിച്ചോടിപ്പോയത്. ഫെബ്രുവരി 14 ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത്. ദിയയുടെയും മറ്റേ ആ ഒരു പയ്യന്റെയും എൻഗേജ്മെന്റ് ഫെബ്രുവരി 14 കഴിഞ്ഞത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പെണ്ണ് ഒളിച്ചോടി പോകുന്ന രീതിയിൽ കേൾക്കുന്ന എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ഇതെന്താണ് ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒളിച്ചോടി പോകുന്നതെന്നുള്ള എല്ലാവരും ആ ഒരു രീതിയിലാണ് കണ്ടത്. ശരിക്കും ഇവര് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞിട്ടും വീട്ടുകാര് ആ ഒരു എൻഗേജ്മെന്റ് നടത്തുകയായിരുന്നു ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് എൻഗേജ് കഴിഞ്ഞ ആ ഒരു പാവം ചെറുക്കനെ കുറിച്ചാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. ആ ചെറുക്കന്റെ അവസ്ഥയൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും അറിയാത്ത പാവം ഇതിൽ പെട്ടുപോയി. ഇതിനു വേണ്ടി എത്ര പൈസ അവൻ ചെലവാക്കിയിട്ടുണ്ടാവും? പൈസ പോട്ടെ, അത് പിന്നെയും ഉണ്ടാക്കാമെന്ന് വെക്കാം. ആ പയ്യൻ അനുഭവിച്ച മെന്റൽ ട്രോമ എത്രത്തോളം ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ചു. എന്തായാലും ദിയയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 29 ഇവര് ഒളിച്ചോടിയതെന്ന് തോന്നുന്നു. മാർച്ച് 1 ഇവരുടെ വിവാഹം കഴിഞ്ഞു. കോഴിക്കോടുള്ള ഏതൊരു മഠത്തിൽ വെച്ചാണ് ഇവര് വിവാഹം കഴിക്കുന്നത്. അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാമെന്ന് വെച്ചപ്പോൾ ദിയ മതം മാറിയാൽ മാത്രമേ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാൻ പറ്റൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. മതം മാറാൻ ദിയയും മതം മാറ്റാൻ കിരണും തയ്യാറായില്ല. അങ്ങനെ എല്ലാ മതക്കാരെയും ഒരുമിച്ച് ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് അവർ വിവാഹം കഴിക്കുന്നത്. ബാക്കി കേട്ടു നോക്കാം. അന്ന് തൊട്ടിട്ട് കുറെ പ്രശ്നങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാല് ഒളിവിൽ നിൽക്കുന്ന പോലെയുള്ള റൂമിന്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ള ആരോ ഒരാള് ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 2 കല്യാണം കഴിച്ചാണ്. ആ ഒരു ഓഡിയോ പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചാണ്. അതൊന്നല്ല, നമ്മള് മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ കുറെ ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ വേറെ കാസ്റ്റ് മാറാനോ ഇതാക്കാനോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനോ നിന്നിട്ടൊന്നുമില്ല. എന്നെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദുക്കളെക്കാട്ടിയും കൂടുതൽ മുസ്ലിം ഫ്രണ്ട്സ് തന്നെ ഉള്ളത്. നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പല ഞാൻ ജനിച്ചു വന്നത്. നമ്മളൊന്നൊരു അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നത്. നമുക്കൊന്നൊരു മതത്തിന്റെ പേരിലൊന്നും ഒരു ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്നെയും ഇതുവരെ എന്റെ ചങ്ങായിമാർ ആക്കിയിട്ടില്ല. ഇതിലാണെങ്കിൽ പരിപാടിക്കാണെങ്കിൽ അവർ വീട്ടിലുള്ള പരിപാടിക്കാന്ന് ഞാനും പോവും, അവർ തിരിച്ചു ഇങ്ങനെ തന്നെയാണ്. ഇപ്പോ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട് ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറെ ആൾക്കാർ അതിനുള്ള വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറയാം. ഞങ്ങൾക്ക് 45 വയസ്സായി എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഇതാണ്. അതൊന്നും നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു ഇതാണ് സർട്ടിഫിക്കറ്റ്. ഇതിൽ നോക്കുമ്പോഴത്തേക്കും കിരണിനാകെ 27 വയസ്സേ ആയിട്ടുള്ളൂ, ദിയയ്ക്ക് 21. കിരണിന്റെ പ്രായവും മറ്റും വെച്ച് നോക്കുമ്പോൾ മുമ്പ് 2 കല്യാണം കഴിച്ചതാണെന്ന് ഒരു അടിച്ചിറക്കിയതാവാനാണ് സാധ്യത. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. താൻ മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ലെന്ന് കിരൺ ആണയിട്ട് പറയുന്നു. വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം, കാരണം നാട്ടിൽ പരിശോധിക്കാമെന്ന് പറയുന്നു. അപ്പോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരോ ഒരാൾ മനഃപൂർവ്വം കരിവാരി തേക്കാൻ ഇറക്കിയ ഒരു ആരോപണമാവാനാണ് സാധ്യത. എന്നാലും ബാക്കിയും കൂടെ കേട്ടോക്കാം. വീട്ടിൽ ഞാൻ കുറെ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് പറയുന്നുണ്ട്. ഞാൻ ഒന്നും എടുക്കാണ്ടാ വന്നത്. അത് പറഞ്ഞിന് അത് വണ്ടിക്കില് ഞാൻ ഇത് കേട്ടപാട് ഒരു യൂട്യൂബ് വ്ലോഗില് ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലോ സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാ വന്നേന്ന്. ഒന്നും എടുത്തിട്ടില്ല വരുമ്പോ. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാ എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല. കുറെ പ്രശ്നമെല്ലാം ഉണ്ടായിന്. ഇത് ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞ്. അപ്പൊ ആദ്യം ഇതിനു വേണ്ടിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തോണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പൊ ഇങ്ങനെയല്ലാണ് കുറെ കാര്യങ്ങൾ. നമുക്കിത് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ വേറെ ആരും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾക്കാരും ഇത് യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരിയും. ഞാനിപ്പോ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് നിയമപരമായിട്ടുള്ള ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്.
അപ്പൊ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കുന്നില്ല, ആരും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നടക്കാനുള്ളത് എന്തായാലും നടന്നു. ഇനി എന്റെ നിലപാട് ഞാൻ പറയാം. ഞാൻ പ്രണയ വിവാഹങ്ങൾക്ക് അനുകൂലമാണ്. അതിപ്പോ സ്വന്തം മതമാണെങ്കിലും വേറെ മതമാണെങ്കിലും അങ്ങനെ തന്നെ. പ്രായപൂർത്തിയായ 2 പേർ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ വേറെ തെറ്റൊന്നും പറയാനില്ല. പിന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ മാതാപിതാക്കളെ ഇടങ്ങാറാക്കാതെ പ്രണയ വിവാഹം നടക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അതിത്തിരി പ്രയാസമാണെന്നറിയാം. പക്ഷെ ഭൂരിഭാഗം പേര് രക്ഷകർത്താക്കളും ഇത് അനുവദിച്ചു തരാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അത് വേറെ കാര്യം. അവർ എത്രയും പെട്ടെന്ന് തന്നെ വേറെ കല്യാണം കഴിപ്പിക്കാനേ നോക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അത് മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ നമ്മുടെ തലയിൽ പിടിച്ച് കെട്ടിക്കുക, അതാണ് ചെയ്യുന്നത്. ഇവിടെയും അതുപോലെയൊക്കെ തന്നെയാണല്ലോ സംഭവിച്ചത്. പക്ഷെ ഒന്നും അറിയാത്ത ഒരു പയ്യനാണല്ലോ ഇതിൽ ബലിയാടായതെന്ന് അവർ ഓർക്കുന്നില്ല. എല്ലാ മാതാപിതാക്കൾക്കും അവരവരുടെ ആഗ്രഹങ്ങൾക്കായിരിക്കും മുൻഗണന കൊടുക്കുക. മക്കളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതിന് ശരിക്കും എന്തായാലും ഒരു മാറ്റം തന്നെ വരേണ്ടതാണ്. പിന്നെ മക്കളെ പോറ്റിയ വളർത്തിയ കണക്ക് ഒരു മാതാപിതാക്കളും പറയാൻ പാടില്ല. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മക്കൾ വേറെ തന്നെ വ്യക്തികളാണ്. അത് കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് ഓർക്കുക. എല്ലാ മാതാപിതാക്കളും ഇതൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം വേറെ തന്നെ ആയതുകൊണ്ട് ആർക്കും ആരെയും കുറ്റപ്പെടുത്താനും പറ്റില്ല. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.